UK MBA എടുക്കണോ അതോ ഇന്ത്യൻ MBA എടുക്കണോ എന്നുള്ളത്. അപ്പോൾ സാർ അഭിപ്രായത്തിൽ ഏതാണ് നല്ലത്? റോബർട്ടോ കിയോസാക്കി പറഞ്ഞ ആ കാറ്റഗറിയിലേക്ക്, സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിലേക്ക് കയറാൻ ഏറ്റവും നല്ലൊരു ഓഫ് ഷൂട്ട് ഇതാണ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അവൻ്റേതായ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും നല്ലത് രണ്ടാമത്തതാണ്. ഇനിയിപ്പോൾ ഒരു ഓൺട്രപ്രിനറായിട്ട് MBAക്ക് വരുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു ഓൺട്രപ്രിനർഷിപ്പ് ആഗ്രഹിച്ച് അവർക്കില്ല രണ്ടാമത്തെ റൂട്ടാണ്. അതിൽ നമ്പർ 1 എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണറാണ്. ഒരു ബിസിനസ് ഓണർ അവൻ ബേസിക്കലി ഒരു സെയിൽസും അതേപോലെ തന്നെ ഓൺലി പർച്ചേസിനും ഫോക്കസ് ചെയ്യണം. അവൻ്റെ ബിസിനസ് അവിടെ ഇരിക്കും. നമുക്കറിയാം ബിസിനസ്സിന് സിസ്റ്റംസ് ഉണ്ടെങ്കിലാണ് നമുക്കത് എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും എല്ലായിടത്തേക്കും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ദുബൈയിലേക്കും സൗദിയിലേക്കൊക്കെ നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് അതിൻ്റെ ഒപ്പം ടീമിൽ നിന്ന് കിട്ടണം. അപ്പോൾ ആ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഗെയിൻ വലിയൊരു ഇഷ്യൂ ആണ് നമ്മളുടെ നാട്ടിലെ MBA. ഒരു HR മാർക്കറ്റിംഗ് ഫിനാൻസ് ഓപ്പറേഷൻ ടോട്ടലായിട്ട് ഒരു സിസ്റ്റം ഫോക്കസ് നമുക്ക് കിട്ടില്ല. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ സിസ്റ്റംസ് കിട്ടില്ല. അപ്പോൾ അതും കുറേ കൂടി ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഫൈനലി ഒരു ഇൻവെസ്റ്റർ കാറ്റഗറി ഉണ്ട് റോബർട്ടോ കിയോസാക്കി പറഞ്ഞത്. അത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം UK-യിലായാലും ഇന്ത്യയിലെ MBA-യിലായാലും ഒന്നും അധികം അത് ഫോക്കസ് ചെയ്യാത്തൊരു ഏരിയയാണ്. അത് നമ്മൾ ഓരോരുത്തരും നമ്മളെ ഫിനാൻഷ്യൽ ലിറ്ററസി പലപ്പോഴും ഈ നാട്ടിൽ നടക്കുന്ന പല ട്രെയിനിങ് ടീമുകളും ഈ ഫിനാൻഷ്യൽ എക്സ്പേർട്സും പറയുന്ന വലിയൊരു കാര്യം ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞ സാധനം എപ്പോഴും യൂണിവേഴ്സിറ്റികൾ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മൾ സെൽഫായിട്ട് പിന്നെ നമ്മൾ പ്രോവ് ചെയ്യേണ്ട സാധനം എന്നാണ് എനിക്ക് തോന്നിയില്ല. അപ്പം വലിയൊരു സാധനം പിന്നെ ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം US-ലെ വലിയൊരു ഇൻഡെക്സാണ് റസൽ ഇൻഡെക്സ്. ഈ റസൽ ഇൻഡെക്സിനെ കുറിച്ച് അവർ സ്റ്റഡി ചെയ്തപ്പോൾ അതിൽ ഏകദേശം 1000-ഓളം കമ്പനികളുണ്ട്. അപ്പോൾ അതിലൊരു 59 കമ്പനീസും ബസ്റ്റ് ചെയ്യണം, കുറച്ച് കാലം കഴിഞ്ഞ് നശിച്ചു പോകണം. അതിൻ്റെ ഒരു റീസൺ പറയുന്നത് അതൊരു പർച്ചേസ് പ്ലസ് സെയിൽസ് ഫോക്കസിൽ മാത്രം നിൽക്കണം. അപ്പോൾ ഒരു റിച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പൈസ ഉണ്ടാവുമ്പോൾ ആ പൈസ കൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ല റിച്ചസ്റ്റ് മാൻ ആരാന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നവരാണ് ആ പൈസനെ മെയിൻറ്റെയിൻ ചെയ്ത്. ഈ പൈസ ഉണ്ടാക്കലും നിലനിർത്തലും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റാണ്.